Meet the editors. ശക്തമായ തിരിച്ചടിയായിരുന്നോ നമ്മുടേത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് വരാം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ ആ പ്രസ് ബ്രീഫിങ്ങിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി സഹിതം പറഞ്ഞു, വളരെ വ്യക്തമായി. പാകിസ്ഥാനിൽ എത്ര കാഷ്വാലിറ്റി, നമുക്ക് എത്ര കാഷ്വാലിറ്റി, പാകിസ്ഥാൻ്റെ ഏതൊക്കെ ഫൈറ്റർ പ്ലെയിനുകൾ നമ്മൾ അല്ലെങ്കിൽ എത്രത്തോളം ഫൈറ്റർ പ്ലെയിനുകൾ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതേപോലെ ഇന്ത്യക്ക് നഷ്ടമുണ്ടായോ, കറാച്ചിയിൽ ലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലീറ്റ് പോയിട്ടുണ്ടോ, തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യങ്ങൾ ഏറെക്കുറെ വിശദമാക്കിയൊരു പ്രസ് മീറ്റാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ശക്തമായ തിരിച്ചടി, ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണോ? നിശ്ചയമായും ഇന്നിപ്പോൾ 1.25 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു വാർത്താ സമ്മേളനമാണ് ഇന്ത്യയുടെ 3 പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ നടത്തിയത്, രാജ്യത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചില കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് മീറ്റ് ദി എഡിറ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യൻ ആക്രമണം ആരംഭിക്കുന്നത്, അല്ലേ? ആ ഇന്ത്യൻ ആക്രമണം ആരംഭിക്കുന്ന സമയത്ത് 8:30 മണിയോടുകൂടി മീറ്റ് ദി എഡിറ്റേഴ്സ് അവസാനിപ്പിക്കുകയും സുജയ പാർവതിയും അതുപോലെ തന്നെ അരുൺകുമാറും ഓണെയർ പോവുകയും ഞാൻ റിപ്പോർട്ടിങ്ങിൽ നിൽക്കുകയും ആൻഡ്രൂ അഗസ്റ്റിൻ PCR കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു. ആ 8:30 മണി മുതൽ ഞങ്ങൾ നിരന്തരം കേരളത്തിലെ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് വാർ ഫ്രണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് ഏതാണ്ട് 9-ാം തീയതി രാവിലെ 6 മണി വരെ തുടരുകയും ചെയ്തു. ഏറെക്കുറെ സ്ഥിതി ശാന്തമായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ആ വാർ റിപ്പോർട്ടിംഗ് നിർത്തിയത്. അപ്പോൾ പോലും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു സമയത്ത് പോലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. അക്കാര്യത്തിൽ നിലപാടുകൾ ആവർത്തിച്ചിട്ടുള്ള ആളുകളാണ് മീറ്റ് ദി എഡിറ്റേഴ്സിലിരിക്കുന്ന ഈ എല്ലാ എഡിറ്റർമാരും. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായി കൈകെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകരവാദി ക്യാമ്പുകളെയും ഭീകരന്മാരെയും അവസാനിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനിലേക്ക് ഇന്ത്യ പോകുമെന്ന് വളരെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള മീറ്റ് ദി എഡിറ്റേഴ്സാണ്. ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സംശയവുമില്ല. അങ്ങനെ 9 കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 9 നൊട്ടോറിയസ് ആയിട്ടുള്ള ഭീകരവാദ ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ അതിശക്തമായി അതിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. 100ഓളം തീവ്രവാദികളെയാണ് കൊന്നത്. അങ്ങനെ 100ഓളം തീവ്രവാദികളെ കൊല്ലുകയും 9ഓളം ഭീകരവാദി ക്യാമ്പുകളെ ഇല്ലാതാക്കുകയും ചെയ്ത ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷനെതിരെ പാകിസ്ഥാൻ നിശബ്ദമായിരിക്കുമെന്ന് ഇന്ത്യ കരുതിയിട്ടില്ല, ഇന്ത്യൻ സേന കരുതിയിട്ടില്ല, നമ്മൾ ആരും കരുതിയിട്ടില്ല. നിശ്ചയമായും തിരിച്ചടി ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഇന്ത്യ കാത്തിരുന്നത്. ഒരു സമയത്ത് പോലും ഇന്ത്യ ആ 9 കേന്ദ്രങ്ങളെ ആക്രമിച്ചതിനപ്പുറത്തേക്ക് എസ്കലേറ്റ് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരെയും കൊന്നിട്ടില്ല, പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരും ജീവിക്കുന്ന സ്ഥലങ്ങളെ ആക്രമിച്ചിട്ടില്ല, പാകിസ്ഥാന്റെ മിലിറ്ററി ബേസിനെ ആക്രമിച്ചിട്ടില്ല. വളരെ പ്രിസൈസായി, വളരെ കൺട്രോൾഡായി ഭീകരവാദി ക്യാമ്പുകൾക്കെതിരെ മാത്രമാണ് ആക്രമണം നടന്നത്. അതിനുശേഷമാണ് വ്യാഴാഴ്ച 8-ാം തീയതി രാത്രി 8:30 മണിക്ക് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. ആ നിമിഷം മുതൽ ഞങ്ങൾ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഓരോ പ്രേക്ഷകനെയും അറിയിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ എന്താ ഈ 3 DGMOമാർ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, നേവിയുടെ ഉണ്ടായിരുന്നു, എയർഫോഴ്സിൻ്റെ ഉണ്ടായിരുന്നു, കരസേനയുടെ ഉണ്ടായിരുന്നു. 3 പേരും എന്താണ് ആ രാത്രിയിൽ നടന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അത് തന്നെയാണ് ഇന്ന് ഈ 3 DGMOമാരും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ പബ്ലിക് പ്ലേസിലുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് കേൾക്കാവുന്നതാണ്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതും നിങ്ങൾക്ക് ആവർത്തിച്ച് പരിശോധിക്കാവുന്നതാണ്. 72 മണിക്കൂറുകൾക്ക് ശേഷം ആ സത്യമെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു, 8:30 മണിക്ക് തന്നെ പറഞ്ഞിരുന്നു, അതിശക്തമായ ഡ്രോൺ ആക്രമണവും സൈനിക വിമാനങ്ങൾ, പോർവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവുമാണ് ഇന്ത്യക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ബോർഡർ സ്റ്റേറ്റുകളെ എല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധവിമാനങ്ങൾ, പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും മിസൈൽ പരീക്ഷണവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആദ്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ജമ്മു കാശ്മീരിൽ, ശ്രീനഗറിൽ, ഉധംപൂരിൽ, പത്താൻകോട്ടിൽ, അമൃത്സറിൽ, ബറ്റിൻഡയിൽ, ഡൽഹൌസിയിൽ, ജയ്സാൽമീറിൽ, ഫലോദിയിൽ, നാലിയിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ഒരേ സമയത്ത് അറ്റാക്ക് നടക്കുകയാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ DGMOമാർ വന്ന് നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? മാസ് റെയ്ഡായിരുന്നു, ഒരേ സമയം മാസ് റെയ്ഡായിരുന്നു. എന്ന് മാത്രമല്ല, വേവ്സ് പോലെയായിരുന്നു എന്നാണ് പറഞ്ഞത്. തിരമാലകൾ പോലെയാണ് ഈ അറ്റാക്ക് നടന്നത് എന്നാണ് പറഞ്ഞത്. അതിശക്തമായ അറ്റാക്കാണ് നടന്നത് ഇന്ത്യയെ ലക്ഷ്യം വെച്ച്. ആ അറ്റാക്കിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ അങ്ങോട്ടടിച്ചത് 9 ഭീകരവാദി ക്യാമ്പുകളെയാണ്, നമ്മൾ ഇല്ലാതാക്കിയത് 100ഓളം ഭീകരന്മാരെയാണ്. ഇന്ന് ആരും തന്നെ ലോകത്തൊരിടത്തും ഒരു ഭീകരവാദത്തെയും പിന്തുണയ്ക്കുന്നില്ല. ഭീകരവാദം അവസാനിപ്പിക്കേണ്ടതുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല.
മാത്രമല്ല മീറ്റ് ദ ഡീറ്റെയിൽസിൽ തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾക്കെതിരായിട്ട് നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ഉക്രൈനും റഷ്യയുമായിട്ടുള്ള വാർ, ആ യുദ്ധം ശരിയല്ല എന്നാണ് നമ്മുടെ നിലപാട്. അതുപോലെ തന്നെ ഹമാസും ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ യുദ്ധം ശരിയല്ല എന്നുള്ള നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും യുദ്ധം പാടില്ല എന്ന് തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. പക്ഷേ പഹൽഗാമിലെ 26 പേരെ കൊന്നൊടുക്കുന്ന ഭീകരവാദമുണ്ടല്ലോ, ആ ഭീകരവാദത്തെ തുടർന്നും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് ആ ഭീകരവാദി ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചത്. അതിനെതിരായിട്ടുള്ള ആക്രമണം എന്തായിരുന്നു? നമ്മുടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ഡ്രോൺ അയച്ചത്, പാകിസ്ഥാൻ മിസൈൽ അയച്ചത്, പാകിസ്ഥാന്റെ പോർവിമാനങ്ങൾ വന്നത്. അതേപോലെ തന്നെ മിലിറ്ററി ബേസസ് 11ഓളം വ്യോമ താവളങ്ങളാണെന്നേ ഇന്ത്യയുടെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ 11 വ്യോമ താവളങ്ങളിലേക്ക് ഒരു ഡ്രോൺ വീണാലുള്ള സ്ഥിതി എന്താ? ഈ രാജ്യത്തിന്റെ പ്രതിരോധം എവിടെ പോയി നിൽക്കും? നമുക്ക് അവിടെ നിശബ്ദമായി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. സ്വാഭാവികമായും നമ്മൾ അതിനെ പ്രതിരോധിച്ചാൽ മാത്രം പോരല്ലോ, ഇത്തരം സാഹചര്യങ്ങളിൽ ചില മുന്നറിയിപ്പുകൾ നൽകാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. കാരണം ഇനിയും നിങ്ങൾ എസ്കലേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ള മെസ്സേജ് തന്നെയാണ് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് ഞങ്ങൾ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇസ്ലാമാബാദ് വരെ, അതായത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വരെ ഇന്ത്യയുടെ അറ്റാക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇന്ന് DGMOs എന്താ പറഞ്ഞത്? ചക്ലാല എന്ന് പറയുന്ന വ്യോമത്താവളത്തെ ഞങ്ങൾ ആക്രമിച്ചു. അവിടെ പറഞ്ഞു നിർത്തിയില്ല കേട്ടോ. DGMO ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഇസ്ലാമാബാദിലാണ് എന്നുകൂടി പറഞ്ഞു. വളരെ വ്യക്തമായി പറഞ്ഞു, ചക്ലാല എവിടെയാണ്? ഇസ്ലാമാബാദിലാണ്. അവിടെ തീർന്നില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞു ലാഹോർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലാഹോർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് DGMO തന്നെയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്തു എന്നുകൂടി പറഞ്ഞു. റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത് റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ആരാണെന്ന് റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് സ്ഥിരീകരിച്ചത്? രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് പിന്നെ പറഞ്ഞത്. എന്ന് മാത്രമല്ലല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു സക്കർ എന്ന് പറയുന്ന വ്യോമതാവളം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ, ജക്കോബാബാദ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ, സർഗോദ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ. സർഗോദയിൽ സ്ട്രൈക്ക് നടത്തിയെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് DGMO പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ നിന്നാണ് F-16 വിമാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ അയക്കുന്നത്. ആ F-16 വിമാനങ്ങൾ തൊടുക്കുന്ന സർഗോദ എയർപോർട്ടിന്റെ റൺവേ തകർത്തു എന്നാണ് ഇന്ന് DGMO പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, ഇത് വെറുതെ അങ്ങ് പറയല്ല, കൃത്യമായിട്ട് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ അതിൻ്റെ ദൃശ്യസഹിതമാണ് ഇന്ന് നമ്മളോട് നമ്മുടെ 3 സൈനിക മേധാവികൾ പറഞ്ഞത്. ഒരു തരത്തിലുള്ള വാർ ഹിസ്റ്റീരിയം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഒരു അന്യരാജ്യത്തിൽ നിന്നൊരു ആക്രമണത്തിന് വിധേയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അലേർട്ട്നെസ്സോടുകൂടി തന്നെ മാധ്യമങ്ങൾ പെരുമാറും. ആ വാർത്തകൾ ജനങ്ങളിലേക്ക് അറിയിക്കും. നമ്മുടെ രാജ്യത്ത് 244 മോക്ക് ഇത് ചെയ്തതിന് വേണ്ടിയിട്ടാണ്, മോക്ക് റൈഡ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്യുന്നതിനാ? നമ്മൾ പ്രതിരോധം ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാലും ഉടനെ പ്രതിരോധത്തിന് നമ്മൾ തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട് ആക്കിയില്ലേ? ബ്ലാക്ക് ഔട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരമൊരു സാഹചര്യം വന്നാൽ എങ്ങനെ നമ്മൾ നേരിടാം എന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രതിരോധങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ എസ്കലേറ്റ് ചെയ്യാതിരിക്കുകയും എന്നിട്ട് നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല്ലാനും ഇന്ത്യയുടെ മിലിറ്ററി ബേസുകളും വിമാനത്താവളങ്ങളും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു മാസീവ് റെയ്ഡ് എന്ന വാക്ക് തന്നെയാണ്. ഒരേ സമയം മാസീവ് റെയ്ഡ് നടക്കുന്നു, ഒരേ സമയം തിരമാലകൾ പോലെ ആഞ്ഞടിച്ചു. ഡ്രോൺസ് വന്നു, മിസൈലുകൾ വന്നു, ഫൈറ്റിംഗ് എയർക്രാഫ്റ്റുകൾ വന്നു. എന്താ സംശയം? ഇതൊക്കെ തന്നെയാണ് വളരെ കൃത്യമായിട്ട് വ്യാഴാഴ്ച രാത്രി 8:30 മണി മുതൽ രാവിലെ 6 മണി വരെ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പ്രതിരോധിക്കുകയായിരുന്നു, പിന്നീട് നമ്മൾ തിരിച്ചടിക്കുകയായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ടാണ് 72 മണിക്കൂറിന് ശേഷം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 3 DGMOs എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വന്നിട്ടാണ് ഈ മാപ്പ് ഇട്ടിട്ട് സ്ലൈഡ് ഷോ ആയിട്ട് കാണിച്ച് ഇന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു, ആ ആക്രമണങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ആക്രമണങ്ങളൊന്നും വിജയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ തിരിച്ചടിച്ചു തുടങ്ങിയപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു, ആ സ്റ്റേഷൻസ് പറഞ്ഞു എന്ന് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞല്ലോ, ആ അറേബ്യൻ സീയിൽ എങ്ങനെയാണ് 10-26 നേവിയുടെ കപ്പലുകൾ അണിനിരന്ന് നിന്നിരുന്നു എന്ന് പറഞ്ഞ ആരാണ്? നേവിയുടെ മേധാവിയായിട്ടുള്ള DGMO ആണ് പറഞ്ഞത്. കറാച്ചിയിൽ ഞങ്ങൾ ഹിറ്റ് ചെയ്യാനും തീരുമാനിച്ചിരുന്നു, ഞങ്ങൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ ഹിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ രീതിയിൽ എന്താണോ വ്യാഴാഴ്ച രാത്രി 8:30 മണി മുതൽ രാവിലെ 6 മണി വരെ നിരന്തരമായി റിപ്പോർട്ടർ TV അതിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തെളിവ് സഹിതമാണ് 72 മണിക്കൂറിന് ശേഷം 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 3 സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാർത്തകൾ നിങ്ങളെ ആ സമയത്ത് അറിയിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരിഹാസങ്ങളെയൊന്നും നമ്മൾ ഗൗരവത്തിൽ കാണുന്നില്ല. വാർ ഹിസ്റ്റീരിയ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിരിക്കാം. പക്ഷേ രാജ്യത്തിൻ്റെ പ്രതിരോധത്തെ, രാജ്യത്തിൻ്റെ സുരക്ഷയെ ഏതെങ്കിലും അന്യശക്തികൾ അതിക്രമിച്ച് കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അക്രമത്തോട് നിസ്സംഗത പുലർത്തുകയും ആ സമയത്ത് ലോകസമാധാനം വിടരട്ടെ എന്ന് പറയുകയും ചെയ്യുന്നതിനപ്പുറത്ത് നമ്മുടെ സൈനികർ അതിർത്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മൾ ആ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തതിൽ ഇപ്പോൾ അഭിമാനമുണ്ട്. ആ അഭിമാനത്തോടുകൂടി പറയട്ടെ, ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% ശരിയായിരുന്നു.
ശരിയായിരുന്നു, ആ വാർത്തകളെല്ലാം ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ പറഞ്ഞ സൈനിക മേധാവികൾ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടി, ഇനി ഒരു പ്രധാനപ്പെട്ട വാർത്ത അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ പുറത്തേക്ക് വരും. അതുകൂടി പറയാം. അതെന്താണെന്നറിയാവോ? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. പാകിസ്ഥാൻ അതിൻ്റെ ഏറ്റവും ഉത്തമ വിശ്വാസമുള്ള സഖ്യകക്ഷിയുണ്ടല്ലോ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിജയം. ഇന്ത്യയുടെ ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വിജയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു. ഒറ്റ കാരണമാണ്. കാര്യം എന്താ അറിയാവോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ സമീപിച്ചത് അമേരിക്കയാണ് ചൈനയുടെ ഏറ്റവും വലിയ ശത്രു. അമേരിക്കയെ സമീപിച്ചു എന്ന് മാത്രവുമല്ല, സീസ് ഫയർ ആദ്യം അനൗൺസ് ചെയ്തത് ഡൊണാൾഡ് ട്രംപ് ആണ്. അതിന് തൊട്ടു പിന്നാലെ ഇഷാഖ് ദർ എന്ന് പറയുന്ന ഫോറിൻ മിനിസ്റ്റർ, പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ട്വീറ്റ് ചെയ്തതെന്ന് അറിയാവോ? സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു, എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അമേരിക്കയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പാകിസ്ഥാന്റെ നേതാക്കളുമായി സംസാരിച്ചു. ഞങ്ങളോട് ആലോചിക്കാതെ ആണ് നിങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിന്നോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയും പാകിസ്ഥാനും തമ്മിൽ മുഖാമുഖം വന്നിരിക്കുന്നു. ഇതിനപ്പുറത്ത് ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യക്ക് കിട്ടേണ്ട വിജയം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യോമ താവളങ്ങൾ, അത് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി, ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ചെന്നാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, അത് കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ 3:35 DGMOമാരുടെ ചർച്ച നടക്കുന്നത്. എന്താണെന്നറിയാവോ? അമേരിക്കയോട് പോയിട്ട് പാകിസ്ഥാന്റെ രാഷ്ട്ര നേതൃത്വം പറഞ്ഞത് നിങ്ങൾ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്ക പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളിൽ നിന്ന് വേണം, ഞങ്ങൾ സംസാരിക്കില്ല ഇന്ത്യയോട്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ്. അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ അവർ തീരുമാനിക്കുകയും ആദ്യത്തെ കോൾ വരികയും ചെയ്തത് ഇന്ത്യയുടെ DGMOയ്ക്കാണ്. ഇന്നിപ്പോൾ DGMO പറയുന്നുണ്ടല്ലോ, രാജീവ് ഘായ് പറയുന്നുണ്ട്, 3:35 എനിക്ക് ഹോട്ട് ലൈനിൽ മെസ്സേജ് വരുന്നു, അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം പാകിസ്ഥാൻ നേതൃത്വം അമേരിക്കയായിട്ട് ബന്ധപ്പെടുന്നു. എന്നിട്ട് നിങ്ങൾ സീസ് ഫയറിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തണമെന്ന് പറയുന്നു. എന്താ അവസ്ഥ? എന്തിനാ സീസ് ഫയർ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റ കാര്യം ഞാൻ പറയാം. ലോകത്ത് യുദ്ധം നടന്നാൽ വെടിനിർത്തലില്ല കേട്ടോ. യുദ്ധത്തിന് എവിടെയാണ് വെടിനിർത്തൽ? നമുക്ക് കുറച്ച് നേരം വെടിനിർത്തി ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. യുദ്ധത്തിൽ വെടിനിർത്തലില്ല. യുദ്ധം അവസാനിക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിലൂടെയാണ്. സമാധാന ഉടമ്പടി ഉണ്ടാകുമ്പോഴാണ് യുദ്ധം അവസാനിക്കുക. അതേസമയം ആക്രമണങ്ങൾ അവസാനിക്കുന്നത് വെടിനിർത്തലിലൂടെയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടെന്ന്. ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തിട്ടില്ലെന്നേ. ഈ 9 ഭീകരവാദ ക്യാമ്പുകളെ ആക്രമിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് ഓൺലി ആൻ എസ്കലേഷൻ, ഇറ്റ്സ് ഓൺലി ആൻ അറ്റാക്ക്, ഇറ്റ്സ് നോട്ട് എ വാർ. അതൊരു യുദ്ധമല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന വെടിവെപ്പ് നിർത്താൻ, ഒരു സീസ് ഫയർ എഗ്രിമെന്റിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത്. യുദ്ധത്തിനിടയിൽ വെടിനിർത്തൽ എന്നൊരു പരിപാടി ഒരു രാജ്യത്തുമില്ല. അതൊരു സമാധാന ഉടമ്പടിയിലൂടെ രാഷ്ട്ര നേതാക്കളിൽ നിന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക യുദ്ധം. ഇവിടെ വെടിനിർത്തൽ നടക്കുന്ന സീസ് ഫയർ വന്നിരിക്കുന്നു എന്ന് പറയുന്നൊരു അർത്ഥം തന്നെ ഇതൊരു ആക്രമണമായിരുന്നില്ല, യുദ്ധമായിരുന്നില്ല. അങ്ങനെ ആരും നമ്മൾ വ്യാഖ്യാനിക്കുകയും വേണ്ട, മനസ്സിലാക്കുകയും വേണ്ട. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണ്, ഈ രാജ്യത്തിൻ്റെ പ്രതിരോധം വളരെ പ്രധാനമാണ്. അന്യരാഷ്ട്രത്തിൽ നിന്നുള്ള ശക്തികൾ, സൈനിക ശക്തികൾ നമ്മളിലേക്ക് നുഴഞ്ഞു കയറുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനെ പ്രതിരോധിക്കേണ്ടി വരും. ആദ്യം പ്രതിരോധിക്കുകയാണ് ചെയ്തത്, പിന്നീട് ശക്തമായ സന്ദേശം കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചിട്ടുള്ളത്. ആ വാർത്തകളെല്ലാം വളരെ കൃത്യമായിരുന്നു. ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു യുദ്ധം ആഗ്രഹിക്കാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. യുദ്ധസമാനമായൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോഴും അതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് നാളത്തെ ഈ പറയുന്ന 12 മണിയോടുകൂടി നടക്കുന്ന പ്രധാനപ്പെട്ട ഡിസ്കഷനിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ്. യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ നിശ്ചയമായും ഇത്തരത്തിലുള്ള ആഭ്യന്തരമായ ഭീകരാക്രമണങ്ങളെ ചെറുത്തുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ രാജ്യത്തെ സർക്കാർ, ഈ രാജ്യത്തെ സേന. നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വത്തിലേക്ക് ഉയർന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ നമ്മൾ പഠിക്കണം. അവിടെ നമ്മൾ ലോകസമാധാനത്തിൻ്റെ പൂച്ചെണ്ടുകൾ വിരിയട്ടെ എന്ന് പറയേണ്ട. ലോകസമാധാനം ഉണ്ടാകണം എന്ന കാര്യത്തിനകത്തൊന്നും നിലപാട് വ്യത്യാസമില്ല. പക്ഷേ 2001 പാർലമെൻറ്റ് നേരെ അറ്റാക്ക് നടന്നിരുന്നു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. 2005 ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങളുണ്ടായി, 60ഓളം മനുഷ്യർ മരിച്ചിരുന്നു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. 2006 മഹാരാഷ്ട്രയിൽ വിവിധ ട്രെയിനുകളിൽ ഒറ്റയടിക്ക് സ്ഫോടനം ഉണ്ടാക്കി 200 പേരെ കൊന്നു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. 2008 മുംബൈയിൽ 3 ദിവസം നടന്ന അറ്റാക്കിൽ 176ഓളം മനുഷ്യർ വിദേശികളടക്കം മരിച്ചു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ സമാധാനത്തിൻ്റെ പാത ഉപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. പുൽവാമയിലും ബാലാക്കോട്ടിലും. പുൽവാമയിൽ നമ്മൾ അടിച്ചു, നമ്മൾ ബാലാക്കോട്ടേക്ക് തിരിച്ചടിച്ചു. അതിനു മുമ്പ് ഉറിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു, അതിനും തിരിച്ചടിച്ചു. ഇപ്രാവശ്യം പഹൽഗാം എന്ന് പറയുന്നത് പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രതിരോധവും ചിലപ്പോഴൊക്കെ ചില മുന്നറിയിപ്പും നൽകേണ്ടി വരും. ആ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് ആ വാർത്ത. വളരെ കൃത്യതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിനകത്ത് റിപ്പോർട്ടർ ടിവിക്ക് ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ്. കരുത്തറിയിച്ചു ഇന്ത്യ എന്നാണ് ചോദ്യം. സ്മൃതി.
ഇന്ത്യ കരുത്ത് അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്നത്തെ ദീർഘമായ DGMമാരുടെ വാർത്താ സമ്മേളനം എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല, അത് പാകിസ്ഥാന് കൂടിയുള്ള ഒരു താക്കീതായി വരികയാണ് ആ വാർത്താ സമ്മേളനം എന്നുള്ളത്. അത് വളരെ ദീർഘമായിരുന്നു, 1.25 മണിക്കൂർ എന്നുള്ളത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കടക്കം മറുപടി പറഞ്ഞുകൊണ്ടുള്ള വിശദമായ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ ഓരോ ദിവസവും എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ, ഓരോ ദിവസത്തെ ഓപ്പറേഷനും അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ഫോട്ടോകൾ ഒക്കെ, വീഡിയോസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് അത് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ പാകിസ്ഥാൻ എതിരായി അറിയിച്ചിരുന്നു, അതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് 3 പേരും വളരെ വിശദമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായും പാകിസ്ഥാനുള്ള മറുപടിയാണ്. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നോക്കുകയാണ്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന ഉന്നതതല യോഗം, ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങളായി പുറത്തേക്ക് വന്ന വിവരങ്ങൾ, അതിനുശേഷം ഇന്ന് നടന്നിരിക്കുന്ന DGMമാരുടെ വാർത്താ സമ്മേളനം, അതായത് നാളെ പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നതിന് മുമ്പായി ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അതായത് ഇന്ന് രാത്രിയും ഈ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായാൽ ഇതായിരിക്കില്ല നിലപാട് എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ പോലും ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ട് ഇന്നലെ രാത്രി മാത്രമല്ല ഇന്ന് രാവിലെയും ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സംയമനം എന്നുള്ളത് ഇന്ത്യയുടെ ദൗർബല്യമാണ് എന്ന് കരുതേണ്ടതില്ല എന്ന കൃത്യമായ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കാലത്തിലും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ, അത് ഭീകരാക്രമണമായാലും സൈനിക നീക്കമായാലും, ഇന്ത്യ സംയമനത്തിൻ്റെ ഭാഷ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഓരോ ഘട്ടങ്ങളും അത് എപ്പോഴാണ് ആദ്യമായി ഭീകര രാജ്യത്തേക്ക് കടന്നു വരുന്നത് 89-ലാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അങ്ങനെയാണ് ഭീകരാക്രമണം തുടങ്ങുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനം, അതിൽ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആഫ്റ്റർ പെഹൽഗാം നടന്നിരിക്കുന്നത്. അതാണ് 100-ലധികം ഭീകരരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. അവരുടെ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ പോയത് എന്ന് കൃത്യമായി ഇവർ അറിയിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങളല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. ഭീകര കേന്ദ്രങ്ങൾ, അവരുടെ കേന്ദ്രങ്ങളുടെ രൂപം, അതിൻ്റെ നിർമ്മിതി എല്ലാം പരിശോധിച്ചിട്ടാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടേയില്ല എന്ന് കൃത്യമായി പറയുന്നു. എന്തിന് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് വളരെ വിശദമായി തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായ വിവരങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഇത് ഒരു ഇന്ത്യ എല്ലാം ചെയ്തിരിക്കുന്നു, ഇന്ത്യ കരുത്തുറ്റ നിലയിൽ നിൽക്കുന്നു എന്ന് വെറുതെ വിശദീകരിക്കുകയല്ല. ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ നഷ്ടമുണ്ടാകുന്നുണ്ട്, ആ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. റഫാൽ യുദ്ധവിമാനത്തിൽ തകർന്നോ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ടാകാം എന്ന് കൃത്യമായി ആ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി ഒരു ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞു. അതേസമയം ഇന്ത്യയിലെ പൈലറ്റുമാരെ പിടിച്ചു വെച്ചു എന്നുള്ള വാർത്ത തെറ്റാണ്, എല്ലാവരും മടങ്ങിയെത്തി എന്നുള്ള കാര്യം വിശദമായി പറയുകയാണ്. അപ്പോൾ കൗണ്ടർ ടെററിസം ആക്ടിവിറ്റിയിൽ ഏറ്റവും ശക്തമായ നടപടിയിലേക്ക് തന്നെ ഇന്ത്യ കടന്നിരിക്കുന്നു. ഇനി നാളെ നടക്കുന്ന ചർച്ചയും പ്രധാനമാണ്. ഇതിൽ ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട അതിൽ മാത്രമാണ് എനിക്കൊരു സംശയമുള്ളത്. കാരണം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്, നമ്മൾ എന്ത് സമീപനമാണ് എടുത്തിരിക്കുന്നത് എന്നതിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ എത്രത്തോളം ആർജിക്കാനായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ട്. അത്രത്തോളം പിന്തുണ നൽകുന്നുണ്ടോ, അതോ ഇപ്പോൾ ഈ കാലത്ത് ലോകരാഷ്ട്രങ്ങൾ അതെല്ലാം കച്ചവടത്തിൻ്റെ രൂപത്തിലാണ് അതിനെ കാണുന്നത്? അതിൽ ഈ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളോട് കൂടുതൽ പ്രതിപത്തി, അതല്ലാതെ അതിൽ നീതിന്യായത്തിൽ നിലപാടെടുത്തുകൊണ്ടല്ല ഇപ്പോഴത്തെ കാലത്ത് സമീപനം എടുക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എത്രത്തോളം അതിൽ പിന്തുണ ലഭിച്ചു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് ശക്തമായി അടിച്ചാൽ ഇരട്ടി അടിക്കണം എന്നുള്ള രൂപത്തിലാണ് തീരുമാനങ്ങൾ അറിയിച്ചത് എന്നാണ് നമ്മൾ അറിയാനാവുന്നത്. രാവിലത്തെ യോഗം, ആ യോഗവും വളരെ ദീർഘമായ യോഗമായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്ന ബ്രഹ്മോസിൻ്റെ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ്. അത് അതിശക്തമായ സംവിധാനം, അതായത് രാജ്യത്തിൻ്റെ കരുത്ത് ഇനിയും കൂട്ടേണ്ടതുണ്ട്, അതിൻ്റെ സംവിധാനങ്ങൾ കൂടുതൽ കൂട്ടേണ്ടതുണ്ട്, ഇനിയുള്ള വർഷങ്ങളിൽ ഇനിയും കൂടുതൽ കരുത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന കൃത്യമായ സന്ദേശം അത് ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഇനി പ്രയോഗിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. അതാണ് ഇന്ത്യയുടെ ഗർജനം അവിടെ റാവൽപിണ്ടിയിൽ എത്തിയിരിക്കുന്നു എന്ന് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിരിക്കുന്നത്. ഇതുവരെ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. സൈന്യത്തിന് എല്ലാം വിട്ടുകൊടുക്കുകയും സൈന്യത്തിന് തന്നെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലും സൈന്യം തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇന്ന് ഒരു പ്രധാനപ്പെട്ട പ്രതികരണമായി പ്രതിരോധ മന്ത്രി അക്കാര്യം അറിയിച്ചിരിക്കുന്നു എന്നുള്ളത് അത് കൃത്യമായ മെസ്സേജാണ്, പാകിസ്ഥാനുള്ള മെസ്സേജാണ്. ഇതിൽ അമേരിക്ക നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ അതിൽ മാത്രമാണ്, അതിനോട് ഇന്ത്യ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. കാരണം സാധാരണഗതിയിൽ കശ്മീർ വിഷയത്തിൽ ഒരു രാജ്യത്തെയും ഇടപെടാൻ ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഇടപെടുമെന്നുള്ള ഒരു പ്രഖ്യാപനം പരസ്യമായി നടത്തുമ്പോൾ അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു പ്രതികരണം ഇന്ത്യയിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിൽ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഏതായാലും ഇനി പാകിസ്ഥാൻ മുന്നേറ്റം നടത്തുകയാണ്. എന്തായാലും അതിർത്തി കടന്ന് സൈന്യം മുന്നോട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം കൂടിയാണ് ഇന്നിപ്പോൾ സേന വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെ
തന്നെ വരികയാണെങ്കിൽ ഇതായിരിക്കില്ല മറുപടി. മിസൈൽ പ്രയോഗിച്ചപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന രൂപത്തിലേക്ക് പോയത്. അതുവരെ അതല്ല ചെയ്തിരുന്ന ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ചെയ്തപ്പോൾ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണങ്ങളെ എല്ലാം തടുത്തു. ഡ്രോണിന് അത്ര കരുത്തുള്ളതല്ല ഡ്രോൺ എന്ന് പറയുന്നത്. മിസൈൽ ആക്രമണം വന്നപ്പോഴാണ് ഇന്ത്യ കൃത്യമായ മറുപടികൾ. അപ്പോഴാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായത്. അതായത് നമ്മുടെ കരുത്തറ്റ തിരിച്ചടി വന്ന ശേഷമാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ തയ്യാറായത്. പാകിസ്ഥാനാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്ന കാര്യം ഒന്നുകൂടി ഇന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നാളത്തെ യോഗം പ്രധാനമാണ്. നാളത്തെ യോഗത്തിന് മുൻപായി ഇന്ത്യ ഇതാണ് നിലപാട് എന്ന് വളരെ വിശദമായി തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കും. ഓക്കെ, ഇന്നിപ്പോൾ ലഫ്റ്റനന്റ് കേണൽ രാജീവ് ഖായും എയർ മാർഷൽ എ കെ ഭാരതിയും വൈസ് അഡ്മിറൽ എൻ പ്രമോദും നടത്തിയ 3 സേനകളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ പ്രസ് ബ്രീഫിങ്ങിനെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയും വളരെ അഭിമാനത്തോടു കൂടിയുമാണ് കാണുന്നത്. കാരണം ഇന്ത്യ എങ്ങനെയാണ് കഴിഞ്ഞ 88 മണിക്കൂർ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, എത്ര ജനാധിപത്യപരമായിട്ടാണ്, എത്ര ഡിസിപ്ലിൻഡ് ആയിട്ടാണ്, എത്ര പ്രിസിഷനോട് കൂടിയാണ്, എത്ര മെഷേർഡോട് കൂടിയാണ് ആ റെസ്പോൺസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മിലിറ്ററി വാർഫെയറിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ മെഷേർഡായ, ഫോക്കസ്ഡായ, ഒട്ടും എസ്കലേറ്റ് ചെയ്യാത്ത, നോൺ എസ്കലേറ്ററി ആയിരിക്കുന്ന ഒരു തക്കതായിട്ടുള്ള ബിഫിറ്റിംഗ് റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെ ഡെസ്റ്റിനേഷൻസ് കൊടുത്തു എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് അവിടെ കണ്ടത്. ആ അർത്ഥത്തിൽ നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തതെല്ലാം ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരുപാട് ആളുകൾ വിമർശിച്ചതും സംശയം പ്രകടിപ്പിച്ചതും കറാച്ചിയിലേക്ക് INS വിക്രാന്തിൻ്റെ ഫ്ലീറ്റ് പോയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ INS വിക്രാന്തിനോട് ഒപ്പമുള്ള മറ്റു വാർഷിപ്പുകൾ കൂടി ഒരുമിച്ച് പോകുന്നതാണ്. ഇതിനോടൊപ്പം ഏതൊക്കെ ഉണ്ടാവുക? INS വിക്രാന്ത് മാത്രമല്ല, INS വിക്രാന്തിനോടൊപ്പം അതിനോട് മറ്റ് ഷിപ്പുകളുണ്ടാവും, മറ്റു പടക്കപ്പലുകളുണ്ടാവും, അതോടൊപ്പം അന്തർവാഹിനികളുണ്ടാവും. അതേസമയം തന്നെ INS വിക്രാന്തിൽ തന്നെയുള്ള ഫൈറ്റർ പ്ലെയിനുകളുണ്ട്, ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ. എനിക്ക് തോന്നുന്നു അറൗണ്ട് 16 ബ്രഹ്മോസ് മിസൈൽസ് ഉണ്ട് ഈ പറയുന്ന INS വിക്രാന്തിൽ തന്നെ. 32ഓളം സർഫസ് ടു എയർ മിസൈലുകളും സർഫസ് ടു സർഫസ് മിസൈലുകളുമുണ്ട് ഈ ബ്രഹ്മോസിൽ. ഇന്നിപ്പോൾ എന്താണ് വൈസ് അഡ്മിറൽ പറഞ്ഞിരിക്കുന്നത്? എൻ പ്രമോദ് കറാച്ചിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് CBG എന്നാണ് പറയുക. അത് ഒരു നാവികസേനയുടെ ഒരു എയർക്രാഫ്റ്റ് കരിയർ, നാവികപ്പടയാണ്. ഇപ്പോൾ 7ാം നാവികപ്പട എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട്. നിക്സന്റെ 7ാം നാവികപ്പട വന്നപ്പോൾ ഇന്ദിരാഗാന്ധി അതിനെ എതിർത്തതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഒരു നാവികപ്പടയാണിത് കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കറാച്ചിയെ ലക്ഷ്യമിട്ട് നീങ്ങിയെന്നും റെഡിയായിട്ട് നിന്നു. ഏതു നിമിഷം വേണമെങ്കിലും കറാച്ചി തുറമുഖത്തെ ആക്രമിക്കാൻ സജ്ജമായി നിന്നുകൊണ്ട് കഷ്ടിച്ച് 700 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 700 കിലോമീറ്ററിന് മുൻപ് തന്നെ ആ ഫ്ലീറ്റ് അവിടെ നിന്നു. അതിന് മുമ്പ് തന്നെ അറബിക്കടലിൽ അവർ ഉണ്ടായിരുന്നു, പൊസിഷൻ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ഏകദേശം 900 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന അറബിക്കടലുമായിട്ട് തീരം പങ്കിടുന്ന അവരുടെ ടെറിട്ടറി തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം. അത് വൾണറബിൾ ആണ്. അത് നമ്മൾ 1971 തെളിയിച്ചതാണ്. അതുകൊണ്ട് അതടക്കം ശരിവച്ചിരിക്കുന്നു. 2, പാകിസ്ഥാൻ്റെ പോർവിമാനങ്ങൾ അടിച്ചിട്ടിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇന്നിപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, പാകിസ്ഥാൻ്റെ പോർവിമാനങ്ങളെ അടിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എയർ മാർഷൽ എ കെ ഭാരതിയാണ്. വളരെ കൃത്യമായി തന്നെ പറയുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ പോർവിമാനങ്ങളെ അടിച്ചിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ എയർബേസുകളെ ആക്രമിച്ചു. എണ്ണം ഇപ്പോൾ എണ്ണാൻ പറ്റുന്നില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് 3-ലധികം ഫൈറ്റർ പ്ലെയിനുകൾ അടിച്ചിട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കാരണം ഇതിൽ പറയുന്നതിൻ്റെ കാരണം 3 തവണ ആവർത്തിക്കുന്നുണ്ട്. ഇതിൽ അൺമാൻഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് നമ്മളെ ആക്രമണം നടത്തിയത്. അതിനെയെല്ലാം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, അതിനെയെല്ലാം നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ എയർബേസുകൾ ആക്രമിച്ചു. എയർബേസുകൾ ആക്രമിച്ചതിൻ്റെ കൃത്യമായ കണക്ക് മാത്രമല്ല ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ സർഗോധ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ചക്ലാല എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം, ടർക്കിഷ് സോങ്കർ ഡ്രോണുകളുടെ ഒരു ഡിപ്പോ ഉള്ള സ്ഥലമാണ് ചക്ലാല എന്ന് പറയുന്നത്. അത് റാവൽപിണ്ടിയിൽ നിന്ന് കുറച്ച് തെക്കോട്ട് മാറിയുള്ള സ്ഥലമാണ്. ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, ചക്ലാല. അപ്പോൾ ഈ പ്രദേശത്താണ് പോയി അടിച്ചിരിക്കുന്നത്. റാവൽപിണ്ടി എന്നുള്ളത് അവരുടെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എയർബേസ് ആണ്. ആ റാവൽപിണ്ടിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ആ ഹെഡ്ക്വാർട്ടറിലാണ് കയറി അടിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞ് നമ്മളല്ല, ഇത് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ രാജ്നാഥ് സിംഗ് ഇത് സ്ഥിരീകരിക്കുന്നു. അത് റാവൽപിണ്ടിയിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, ചക്ലാലിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, സർഗോധയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, സക്കറിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം എയർബേസുകളാണ്. മിലിറ്ററി എയർബേസുകളെ അറ്റാക്ക് ചെയ്യുന്നത്. മിലിറ്ററി എയർബേസുകൾ അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ആദ്യഘട്ടത്തിലല്ല. നമ്മൾ ആദ്യം അടിച്ചതിനു ശേഷം
രണ്ടാമത് മെയ് 9-ാം തീയതിയും 10-ാം തീയതിയും നമ്മൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുന്നു. 9-ാം തീയതിയിലെ അറ്റാക്കിലാണ് നമ്മൾ എയർബേസുകളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം 7-ാം തീയതി നടന്ന അറ്റാക്കിൽ നമ്മൾ വളരെ മൈൽഡായിട്ടുള്ള റെസ്പോൺസാണ്. നമ്മൾ വളരെ ടാർജറ്റഡ് ആയിട്ടുള്ള പ്രിസിഷൻ ടാർജറ്റഡ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് അടിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ബഹാവൽപൂർ അടക്കം ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ എ തോയ്ബയുടെ മുരുഡ്കയിലെയും ഒക്കെ ക്യാമ്പുകൾ തകർക്കുന്നതായിട്ട് നമ്മൾ പറയുന്നത്. ആ അർത്ഥത്തിൽ ഹൈലി പ്രിസിഷനോട് കൂടിയുള്ള ഒരു അറ്റാക്കാണ് നടന്നിരിക്കുന്നത്. എത്ര കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നു? നമ്മുടെ ഭാഗത്തുനിന്ന് 5 കാഷ്വാലിറ്റി, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് 40 കാഷ്വാലിറ്റി. അതിലിപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. അക്കാര്യങ്ങളിലൊന്നും ഇനി സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല. പാകിസ്ഥാൻ്റെ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും പൊളിച്ചു കളഞ്ഞിട്ടുള്ള പ്രസ് ബ്രീഫിംഗ് ആയിരുന്നു നടന്നിരിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ 3 ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും ശരിവച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ നമ്മളുടെ റിപ്പോർട്ടിംഗ് പ്രധാനമായിട്ടും നമ്മൾ ANAയുടെയും PTAയുടെയും മറ്റ് ദേശീയ മാധ്യമങ്ങളുടെയും സോഴ്സുകളും അതിർത്തിയിലുള്ള നമ്മുടെ റിപ്പോർട്ടർമാരുടെ സോഴ്സുകളുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചത്. അന്തർദേശീയ മാധ്യമങ്ങൾ, ഇപ്പോൾ റോയിട്ടേഴ്സിനെ പോലെയുള്ള മാധ്യമങ്ങൾ. പക്ഷേ അപ്പോഴും നമ്മളൊരു ചോദ്യചിഹ്നത്തിലാണ് പലതും റോയിട്ടേഴ്സിന് കൊടുക്കുന്നത്. കാര്യം റോയിട്ടേഴ്സ് ഇന്ത്യ അനുകൂലമായ റിപ്പോർട്ടല്ല നടത്തുന്നത്. നമുക്ക് MIBയിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. നമ്മൾ ആ സമയത്ത് പാലിക്കേണ്ട പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചുകൊണ്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. ശരിയാണ്, മിസ്ഇൻഫർമേഷൻ അതിനിടയ്ക്ക് ഒരുപാട് വന്നിട്ടുണ്ടാവും. പല ഇൻഫർമേഷനും നമുക്ക് വീഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചില മിസ്ഇൻഫർമേഷൻ വീഡ് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ പോയി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ രാവിലെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. എനിക്ക് പറയാനുള്ളത് എന്താണ് ഇനി ഇതിൽ സംഭവിക്കാൻ പോകുക? ഞാൻ കൗതുകകരമായി നോക്കുന്നത് പാകിസ്ഥാനുള്ളിലൊരു രാഷ്ട്രീയ വികാസമാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഭദ്രമാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്, വിമർശനമൊന്നുമല്ല ഉന്നയിച്ചിരിക്കുന്നത്, പ്രതിപക്ഷം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ്, ഒരു പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനെ സർക്കാർ ആ അർത്ഥത്തിൽ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പാകിസ്ഥാനിൽ രസകരമായ കാര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു തുടങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ നടന്നതിന് ശേഷവും, വെടിനിർത്താൻ തയ്യാറാണെന്ന് DGMO അറിയിച്ചതിന് ശേഷവും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണവും ഡ്രോണാക്രമണവും നടത്തിയത്? ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. അത് അസീം മുനീറിൻ്റെ പ്രഖ്യാപനമാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷഹബാസ് ഷെരീഫ് അല്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അസീം മുനീറാണ്. ഷഹബാസ് ഷെരീഫിനെ അവിടെ ഒരു പപ്പൻ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടിരുത്താൻ അസീം മുനീറിന് അറിയാമെങ്കിൽ ഈ കാര്യം എപ്പോൾ വെടിനിർത്തണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. അത് ആർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്? അത് വാങ്ങയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്. അത് ചൈനയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ അമേരിക്ക ഇടപെട്ടു എന്ന് അമേരിക്ക ഒരു ക്ലെയിം എടുത്ത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഓർമ്മിക്കണം, ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യ ഈ വിഷയത്തിൽ ആർക്കാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ നന്ദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കും സർക്കാരിനും ഇന്ത്യയിലെ മിലിറ്ററിക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഒത്തുതീർപ്പിലേക്ക് വരാമെന്ന് സംബന്ധിച്ചത്? പാകിസ്ഥാൻ്റെ നിർണായകമായ എയർബേസിൽ കയറി അടിച്ചു. പാകിസ്ഥാൻ്റെ ലാഹോറിലുള്ള ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനത്തെ നമ്മൾ താറുമാറാക്കി. അവിടെയുള്ള ബാറ്ററി സിസ്റ്റം അടിച്ചു ദൂരെ കളഞ്ഞു. 3 എയർബേസുകളിലെ റഡാർ സംവിധാനം തകർത്തു. ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക്, പഞ്ചാബിലേക്കോ ലാഹോറിലേക്കോ ഒരു ഡ്രോൺ പറത്തിയാൽ അത് തിരിച്ചറിയാനുള്ള ശേഷി ഉടൻ പാകിസ്ഥാന് കിട്ടില്ല. അതിന് പാകിസ്ഥാൻ റിപ്പയർ ചെയ്തെടുക്കണം. ആ അവസ്ഥയിലേക്ക് എത്തിച്ചു. അത് തകർത്തിട്ടാണ് എല്ലാ മിസൈലും എന്നിട്ടാണ്, അതുകൊണ്ടാണ് അത്ര പ്രിസിഷനോട് കൂടി നമുക്ക് അവിടെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്റ്റേഡിയം അറ്റാക്ക് ചെയ്യണം എന്നൊരു തീരുമാനം അവരെടുക്കുന്ന സമയത്ത് റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നത് ഇതാണ്. ഇതൊക്കെ നമ്മളിതിങ്ങനെ പറയുമ്പോഴും ഇന്ത്യയുടെ സൈനിക നേട്ടത്തിൽ അഭിമാനം കൊള്ളാൻ എനിക്ക് ഇത് സന്തോഷമുണ്ട്. പക്ഷേ അപ്പോഴും ഒരു യുദ്ധമുണ്ടാക്കുന്ന വിനാശകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു യുദ്ധം മുഖത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരു ഘട്ടത്തിൽ ഈ സൈന്യത്തിൽ അണിചേരാൻ നിർബന്ധിക്കപ്പെടുന്നവരാകും. അത് ആ അർത്ഥത്തിലാണ് യുദ്ധത്തിൻ്റെ പോക്കെന്ന് പറയുന്നത്. ജീവനും മരണത്തിനും ഇടയിലൂടെയുള്ള പോക്കല്ലേ നമ്മുടെ സൈനികരുടെ. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും കടമയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കുറിച്ചും ഈ യുദ്ധത്തിൻ്റെ ലാഭം ആർക്കാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാം. അതിലൊന്നും നമുക്കൊരു തർക്കവുമില്ല. അതൊക്കെ നമുക്ക് വിശദമായ ചർച്ചകൾക്ക് ഡിസെക്ട് ചെയ്ത് വിശദമാക്കാം. പ്രൊപ്പഗാൻഡകൾ എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെ ഒരു മര്യാദകെട്ട റോക്ക് സ്റ്റേറ്റ് ഇന്ത്യയുമായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ ആരാ ഭരണം നടത്തുന്ന പോലും നമുക്ക് സംശയിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അമേരിക്ക മാർക്ക് റൂബിയോ ഇന്ത്യയിലെ കരസേന മേധാവിയെ വിളിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റൂ? എന്തിനേറെ ചീഫ് ഡിഫൻസ് സ്റ്റാഫിനെ വിളിച്ചായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അതായത് അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി, അവിടെ നിന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ ഇന്ത്യയിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ വിളിച്ച് സംസാരിച്ചാൽ ഇവിടുത്തെ ജനാധിപത്യം എന്തായി? അവിടെ 3 തവണയാണ് അസീം മാലിക്കിനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത് മാർക്ക് റൂബിയോ. വെടിനിർത്താൻ പറ്റുമോ? ഈ ഷഹബാസ് ഷെരീഫിന് എന്താ ജോലി? എന്താണ് ഈ
ഖ്വാജ ആസിഫിന് ജോലി? ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്താ? അപ്പോൾ ഇവരെ എല്ലാം പപ്പറ്റാക്കി വെച്ചുകൊണ്ട് ഈ അസീം മുനീർ നടത്തുന്ന നീക്കം. അതുകൊണ്ടാണ് അസീം മുനീറിന് ഷഹബാസ് ഷെരീഫിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് കൊണ്ടുവന്നേക്കുന്ന ആരെയാ? അവിടുത്തെ സെർവിങ് ISI ചീഫായിരിക്കുന്ന അസീം മാലിക്കിനെയാണ്. ആ അസീം മാലിക്കും അസീം മുനീറും കൂടി ചേർന്നാണ് വെടിനിർത്തൽ കഴിഞ്ഞിട്ടും പിന്നീട് ഇന്ത്യയുടെ ഭാഗത്തേക്കുള്ള ഷെല്ലുകൾ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഷെല്ലുകൾ വിടാനുള്ള തീരുമാനമെടുക്കുന്നത്. അത് ആരെ പ്രകോപിപ്പിക്കാൻ? അമേരിക്കയെ പ്രകോപിപ്പിക്കാനും ചൈനയെ പ്ലീസ് ചെയ്യാനും പ്രീണിപ്പിക്കാനും വേണ്ടിയുള്ള നീക്കമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ എന്തായാലും ഇന്ത്യ വളരെ ശക്തമായിട്ട് നിർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് തരം രാഷ്ട്രങ്ങളാണ്. ഒന്നൊരു തെമ്മാടി രാഷ്ട്രവും മറ്റൊരു ജനാധിപത്യ രാഷ്ട്രവും. അഥവാ പാകിസ്ഥാനിലെ അസീം മുനീർ പ്രതിനിധാനം ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഞാൻ പറയും അതൊരു ഡീപ് സ്റ്റേറ്റിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അവർക്ക് അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെ പ്രോത്സാഹിപ്പിക്കണം. ജെയ്ഷെ മുഹമ്മദ്, അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സർക്കാർ സ്കൂളിൽ വെച്ച് കബറടക്കാണ് അവിടുത്തെ കൊടും ഭീകരനെ. ആരാണ് റീത്ത് സമർപ്പിക്കുന്നത്? അവിടുത്തെ ഒരു മിലിറ്ററി പേഴ്സണലാണ്. ആരുടെ പേരിലാണ് റീത്ത്? അസീം മുനീറിൻ്റെ പേരിലാണ് റീത്ത്. പഞ്ചാബിലെ പ്രവിശ്യ, അവിടുത്തെ പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഒരു ടെററിസ്റ്റിന് എല്ലാവിധമായിട്ടുള്ള സർക്കാർ സംരക്ഷണവും നൽകുന്ന ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയായ അസീം മുനീർ ഭരിക്കുന്ന പാകിസ്ഥാനും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഉത്തരവാദിത്വത്തോടുകൂടി ഭരിക്കുകയും സൈന്യം അതിൻ്റെ പണികൾ ചെയ്യുന്ന ഒരു രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. അതായത് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് പ്രധാനമന്ത്രിയുള്ളൊരു രാജ്യവും ഒരിക്കലും ജനാധിപത്യത്തിനെ വകവെച്ചു കൊടുക്കാത്ത ഒരു ഡീപ് സ്റ്റേറ്റും തമ്മിലുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ വിജയിച്ചു. അതിൽ അന്തർദേശീയ മാധ്യമങ്ങളെയും ഒക്കെ ഇപ്പോൾ നമുക്ക് കൃത്യമായി ഈ പ്രസ് ബ്രീഫിങ്ങിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അപ്പോൾ അതിർത്തിയിൽ തിരിച്ചടിച്ചു എന്ന ചോദ്യത്തിന് ശക്തമായി തിരിച്ചടിച്ചു എന്നാണ് ഈ പ്രസ് ബ്രീഫിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ആന്റോ അഗസ്റ്റിൻ, അതിർത്തിയിൽ നമ്മൾ ശക്തമായി തിരിച്ചടിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. 8-ാം തീയതിയും 9-ാം തീയതിയും ഉള്ള രാത്രികളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ രീതിയിൽ പ്രകോപനമാണ് ഇന്ത്യക്കെതിരെ ഉണ്ടായത്. അതിനെതിരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്നുള്ളത് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ആർമി ക്യാമ്പിൻ്റെ റാവൽപിണ്ടിയുടെ തൊട്ടടുത്ത് വരെ നമ്മുടെ ഇന്ത്യൻ സേനയുടെ പ്രഹരമേറ്റു എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ആണ്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ ഏറ്റു എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ നമ്മുടെ ജനങ്ങളുടെ നെഞ്ചത്ത് തലയിൽ തോക്കുവെച്ച പാകിസ്ഥാൻ്റെ എല്ലാവിധ സംവിധാനങ്ങളെയും വെറുപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ വിറച്ചു എന്നുള്ളതിനേക്കാൾ ഒരു ഡൗട്ടും അക്കാര്യത്തിനകത്ത് വേണ്ട. എന്താണ് 8-ാം തീയതി രാത്രി 8:30 മണിക്ക് ബീറ്റ് എഡിറ്റേഴ്സ് കഴിഞ്ഞ് നമ്മളിവിടെ കാണുന്നതെന്ന് പറയുന്നത്, ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായ എല്ലായിടത്തും തന്നെ വലിയ ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ്റെ ആക്രമണം നടക്കുന്നു എന്നാണ് അറിയുന്നത്. 4 സ്റ്റേറ്റിൽ ആക്രമണം നടത്തുന്നു എന്നാണ് അറിയുന്നത്. ആ ആക്രമണം നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ന്യൂസ് ഏജൻസികളുടെ വാർത്തകളും റിപ്പോർട്ടർ TVയുടെ സ്വന്തമായിട്ടുള്ള റിപ്പോർട്ടർമാരും ഈ പറയുന്ന എല്ലാ ഏരിയകളും ഉണ്ട്. അവിടുന്ന് കിട്ടുന്ന ഡയറക്റ്റായ ഇൻഫർമേഷനാണ് നമ്മൾ ജനങ്ങൾക്ക് മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം രാത്രി 8:30 മുതൽ രാവിലെ 6 മണി വരെ ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സത്യസന്ധമായി നമുക്ക് പറയാൻ കഴിയും, നമ്മൾ എന്താണോ പറഞ്ഞത് അതാണ് ഇപ്പോൾ കര, നാവിക, വ്യോമ, DGMOമാർ പറഞ്ഞിട്ടുള്ളത്. ഒരു ഡൗട്ടും അക്കാര്യത്തിനെത്തില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിരുന്നു. ചില പിഴവുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ പിഴവുകൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ വരികയാണ്. വാർത്തകളുടെ കുത്തൊഴുക്കാണ് ആ സമയം എന്ന് പറയുന്നത്. ഈ ഒരു വാർത്താ ഏജൻസി എന്നുള്ള സമയത്ത്, ഒരു വാർ മുഖത്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു യുദ്ധം മുഖത്ത് നിൽക്കുന്ന സമയത്ത് എങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്, അവരെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അവരുടെ ശൈലി എന്ന് പറയുന്നത് അവരുടേതായ ശൈലിയായിരിക്കും. നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെതിരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു കോംപ്രമൈസ് സംവിധാനമില്ല. അതെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്ന ആർമിയാണ്. നമ്മുടെ രാജ്യം പാകിസ്ഥാൻ എടുക്കുന്ന പോലെ നിലപാടാണ് എടുത്തു പോകുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നിലപാടെടുത്ത് അവിടെ പോയി അടിക്കുക, ഇവിടെ പോയി അടിക്കുക, അമേരിക്കയുമായി ചർച്ച ചെയ്യുക, ചൈനയുമായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്താണ് പറയുന്നത്? എല്ലാ കാര്യങ്ങളും സൈന്യത്തെ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സൈന്യം തീരുമാനിക്കാം. ഏത് സമയത്ത് അടിക്കണമെന്ന് തീരുമാനിക്കാം, എങ്ങനെ അടിക്കണമെന്ന് തീരുമാനിക്കാം, എല്ലാ കാര്യങ്ങളും സൈന്യം തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു. എന്തുകൊണ്ടാണ് മാറി നിൽക്കാനുള്ള കാരണം ഇവിടെ ഒരു രാഷ്ട്രീയമായി ഒരു ഇടപെടൽ ഈ സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി നമ്മുടെ സൈന്യം ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ കര, നാവിക, വ്യോമ സേനകൾ ഒറ്റയടിക്ക് ഒന്നിച്ച് നീങ്ങി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രകോപനങ്ങളെയും ചേർത്തു എന്നുള്ളതാണ്. പ്രകോപനം ചേർത്തു എന്ന് മാത്രമല്ല, അവിടെ എല്ലാ സംവിധാനങ്ങളും, അവിടുത്തെ നേവൽ ബേസിനെ അറ്റാക്ക് ചെയ്തു,
ചെയ്തു, അവിടുത്തെ പിന്നെ വ്യോമ താവളങ്ങൾ അറ്റാക്ക് ചെയ്തു, അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തു. എല്ലാം പ്രിസിഷനായി ക്ലീനായ സ്ഥലത്ത് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. കറക്റ്റ് സ്പോട്ട് തിരിച്ച് ഇതാണ് ഇപ്പോൾ DGM പറഞ്ഞ ഇതാണ് ഉണ്ടായിരുന്ന ബിൽഡിംഗ്, ഇതാണ് ആക്രമണത്തിന് മുൻപുണ്ടായിരുന്ന സ്ഥിതി, ഇതാണ് ആക്രമണത്തിന് ശേഷം ഉണ്ടായിരുന്ന സ്ഥിതി. ഈ മുൻപുണ്ടായിരുന്ന ഇങ്ങനെയാണ്, 2 നില ബിൽഡിംഗ് ഉണ്ടായിരുന്നത്, അതിന് ശേഷം കണ്ടോളൂ. ഇതാണ് മുൻപുണ്ടായിരുന്ന എയർപോർട്ട്, ഇതാണ് അതിന് ശേഷം കണ്ടോളൂ. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കൃത്യമായി DGM നമുക്ക് പറഞ്ഞു തന്നു. അതെന്താണ് അതിന് കാരണം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് അതിൻ്റേതായ സാങ്കേതിക സംവിധാനങ്ങളുണ്ട്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. അപ്പം വ്യോമയാതിർത്തി ലംഘിച്ച് യാത്രാ വിമാനങ്ങളുടെ പിൻപറ്റി പുറയിലോട്ട് അതായത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന എല്ലാ മിസൈലുകളെയും എല്ലാ ഡ്രോണുകളെയും തക്കതായ സമയത്ത് അടിച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ ഈ പഹൽഗാം ഇഷ്യൂ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയം തുടങ്ങി നമ്മൾ 14 ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല. ഇത് കേട്ട് നമ്മൾ മടുത്തല്ലേ. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല എന്നുള്ളതാണ്. ഈ തിരിച്ചടിച്ച സമയം തുടങ്ങി തിരിച്ചു പറയാൻ തുടങ്ങി. എന്താണ് തിരിച്ചു പറയുന്നത്, എന്തിനാണ് യുദ്ധം അങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് സൈന്യമാണെന്നേ. ഇന്ത്യയുടെ സൈന്യത്തെ ചെറുതായി കാണാൻ പറ്റില്ലെന്നേ. ഇന്ത്യയുടെ സൈന്യം ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ച് സൈന്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ ഓരോരുത്തരെയും കഴിവെന്ന് പറയുന്നത്. അത് മാധ്യമ സ്ഥാപനമായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും സിവിലിയൻസ് ആയാലും സാധാരണ ജനങ്ങളായാലും സൈന്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് അന്നേരം സമാധാനം കൊണ്ടുവരികയല്ല വേണ്ടത്. നമ്മുടെ ജനങ്ങളെ അടിച്ച അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തെ മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ ഭീകരവാദത്തിന് മുളയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയും ട്രെയിനിങ് കൊടുക്കുകയും റിക്രൂട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ ലോകത്തിന് ഭീകരവാദത്തെ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യത്തെ തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് നിങ്ങൾ 1971 അങ്ങനെ ചെയ്തില്ലേ, 72 ഇങ്ങനെ ചെയ്തില്ലേ, അന്ന് ഇന്ദിരാഗാന്ധി അങ്ങനെ അടിച്ചില്ലേ എന്നല്ല പറയേണ്ടത്. ഇന്നത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 2025 പ്രധാനമന്ത്രി ആരാ, നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നരേന്ദ്രമോദി എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായാലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതേ തീരുമാനം ഇനി അങ്ങോട്ടും നമ്മൾ എടുക്കാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് സൈന്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഇന്ത്യയുടെ സൈന്യം എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുന്നേ. നിങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ല. എന്താണോ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത് ആ ആക്രമണത്തെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പാകിസ്ഥാൻ ഇങ്ങോളം അറ്റാക്ക് ചെയ്യുന്നു, ഇതാ ഇത്ര ഡ്രോൺ വന്നു, ഇത്ര മിസൈൽ വന്നു, ഇത് യുദ്ധവിമാനം വന്നു, യുദ്ധവിമാനത്തെ അടിച്ചിട്ടു, മിസൈലുകളെ അടിച്ചിട്ടു, ഡ്രോണുകളെ അടിച്ചിട്ടു, നമ്മുടെ നേരേക്ക് ബീരങ്കികൾ വന്നു, ബീരങ്കികളെ നമ്മൾ അടിച്ചിട്ടു, നമ്മുടെ സൈന്യം തിരിച്ചടിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന സ്ഥലത്ത് കറാച്ചിയിൽ ആക്രമണം നടത്താൻ പോകുന്നു, ഇത് വ്യോമത്തെ താവളങ്ങൾ ആക്രമണം നടത്താൻ പോകുന്നു, ഇതാണെന്ന് റിപ്പോർട്ട് ചെയ്ത് ഇത് നമ്മൾക്ക് വളരെ ശാന്തമായി നിന്നിട്ട് അയ്യോ ഒരു ഡ്രോൺ വന്നു, അത് അതല്ല ഒരു മിസൈൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ശക്തമായി പറയും. നമ്മളെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്, നമ്മൾ ശക്തമായി പറയും. അത് എന്ന് പറയുന്നത് മാധ്യമധാരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് രാത്രിയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരെല്ലാം നിരന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് ചില പിഴവുകൾ വന്നിട്ടുണ്ടാകുന്നത്. ആ പിഴവ് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന പിഴവല്ല. ആ പിഴവെന്ന് പറയുന്നത് നാഷണൽ ഏജൻസികൾക്ക് നമുക്ക് വാർത്ത തരാണ്. സെവറൽ ബോർഡർ എയർപോർട്ട് ആസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു വന്നു. സെവറൽ എന്ന് പറഞ്ഞ സാധനം ആദ്യം വരുന്നത് എന്താണ്, എയർപോർട്ട് ആസ് ക്ലോസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് വരുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തിരിച്ചു വന്നു. എങ്ങനെ തിരിച്ചു വരുന്നത്, സെവറൽ ബോർഡർ സ്റ്റേറ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞവരാണ്. ചില അതിർത്തി വിമാനത്താവളം എന്ന് പറഞ്ഞാണ്. ആ സെക്കൻഡ് നമ്മൾ മാറ്റി. എന്നുള്ളത് മാത്രമല്ല നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ റിപ്പോർട്ടർ TV കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ മാറ്റി പറഞ്ഞു. എന്ത് പറഞ്ഞു, ക്ലോസ് ചെയ്തിട്ടില്ല, ഇത് വന്ന മിസ് ഇൻഫർമേഷനാണ്, ഈ ഇൻഫർമേഷൻ തെറ്റാണ്, അതുകൊണ്ട് എയർപോർട്ട് ക്ലോസ് ചെയ്യില്ല. ഒറ്റ കാര്യം പറഞ്ഞിട്ട് എന്താണ് വലിയ രീതിയിൽ ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്നത്, നമ്മൾ യുദ്ധത്തിനെതിരെ എന്തോ ചെയ്യുന്നു. യുദ്ധത്തിനെതിരെയല്ല. ഇന്ത്യ രാഷ്ട്രത്തെ ആരക്രമിക്കാൻ വന്നാലും അത് ചൈനയാകട്ടെ, ശ്രീലങ്ക ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, ഇതേ നിലപാട് തന്നെ ഇരിക്കും. ഒരു മാറ്റവും ഇക്കാര്യത്തിനകത്തില്ല. അത് നിങ്ങൾ നിങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റത് ഏത് രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തെ കൊതിക്കുന്ന ആൾക്കാരാണ്, ഏത് രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞോളൂ. ഒരു കാര്യം ശക്തമായി പറയാം, ഇന്ത്യക്കെതിരെ ആക്രമണം നടക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ സൈന്യത്തെ ആക്രമിക്കാൻ ആരും വന്നാൽ, ഇന്ത്യത്തെ രാഷ്ട്രത്തെ ആക്രമിക്കാനോ ഇന്ത്യയുടെ പേര് കടത്തുന്ന കാര്യത്തിൽ ആരും ആക്രമിക്കാൻ വന്നാൽ ആ കാര്യത്തൊന്നും കൂട്ടുനിന്ന് കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയാണ് ഇതിനെല്ലാം മാധ്യസ്ഥം വഹിച്ചെന്ന് പറഞ്ഞു കൊടുക്കാനും സമ്മതിക്കില്ല ഞങ്ങൾ. അമേരിക്കയാണ് ഇതിൻ്റെ മാധ്യസ്ഥം. അമേരിക്ക എന്ന് പറയുന്ന സംവിധാനത്തിന് നന്ദി പറഞ്ഞ് പാകിസ്ഥാനാണ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ആളാണ് പറയുന്നത് അമേരിക്കയുടെ മീഡിയേഷൻ നടന്നത്. അവരാണ് അമേരിക്കയ്ക്ക് നന്ദി പറയുന്നത്. ഇന്ത്യ ഈ സമയം വരെ പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഈ സമയം വരെ പറയാത്ത കാര്യം അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക്
നമുക്ക് പറ്റില്ലാന്നേ. ഈ പറയുന്ന സംവിധാനങ്ങൾ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യ എന്താണ് പറയുന്നത്, ഇന്ത്യൻ മിലിറ്ററി എന്താണ് പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ് എന്താണ് പറയുന്നത്, ആ കാര്യം മാത്രമേ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനേക്കാളും അപ്പുറം ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ ഭാഗത്തേക്ക് ഇനി ഏത് രീതിയിലുള്ള പ്രകോപനം ഉണ്ടായാലും ഇനിയും തിരിച്ചടിക്കുമെന്നാണ് ഇന്ത്യൻ സൈന്യം പറഞ്ഞത്. അതേ ശക്തമായ നിലപാട് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതുമാത്രമല്ല, സമാധാനം പറയേണ്ട സമയം ഇതല്ല. സമാധാനം പറയുന്നത് എന്താ, യുദ്ധമുഖത്തല്ല സമാധാനം പറയുന്നത്, യുദ്ധത്തിന് മുൻപും യുദ്ധത്തിന് ശേഷമാണ്. യുദ്ധമുഖത്ത് നമ്മളെന്താണ്, നമ്മുടെ സ്റ്റേറ്റുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ, നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിന് എന്താ പ്രശ്നം, നമ്മൾ വാർ ഫ്രണ്ടിലല്ല നിൽക്കുന്നത്. പക്ഷേ എന്താണ്, വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന സ്റ്റേറ്റുകളെ, സൈനികരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന പോലെയുള്ള ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കേണ്ടത്, പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പിന്നെ ന്യൂസ് കാണുമ്പോൾ കേരളത്തിലേക്ക് മിസൈൽ വരുന്നോ, അല്ലെങ്കിൽ കർണാടകയിലേക്ക് മിസൈലേക്ക് വന്നോ, സൗത്ത് ഇന്ത്യയിലേക്ക് മിസൈൽ വരുന്നോ അല്ലല്ലോ പറയുന്നത്. നമ്മുടെ അതിർത്തിയിലേക്ക് മിസൈൽ വരുമെന്നോ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരാളും ആ കണ്ടത് പേടിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം എന്തുകൊണ്ടാണ്, ഇവരെ മുന്നിലേക്ക് മിസൈൽ വരില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷേ എന്താണ്, മിസൈൽ വരുന്ന ഏരിയകളുണ്ട്, അവിടെ മലയാളികളുണ്ട്, അവിടെ സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, അവർക്കറിയണം അവരെ നേരെ മിസൈൽ വരുന്നുണ്ടെന്നുള്ളത്. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ വാർ റിപ്പോർട്ടിംഗ് നടത്തുന്നതല്ലേ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. അതുമാത്രമല്ല, കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യുദ്ധം നടക്കുന്ന സമയത്ത് വാർ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കേണ്ട സംവിധാനം ഇതായിരുന്നു. ആ സംവിധാനങ്ങൾ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പോയുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ചർച്ച നടക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ അമേരിക്കയുടെ സപ്പോർട്ട് മേടിച്ചെന്ന് പറയുകയാണ്. ഏതിനു വേണ്ടിയിട്ട്, യുദ്ധം അവസാനിച്ചതല്ല, യുദ്ധം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക, യുദ്ധം തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആകെ വെടിനിർത്തൽ, 2 സൈനിക മേധാവിമാർ തമ്മിൽ ചർച്ച നടത്തി വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മുൻപ് നടന്നിട്ടുണ്ട്, ഇതിപ്പോൾ മാത്രമല്ല, മുൻപ് നടന്നിട്ടില്ല, അത് മുൻപ് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ സിന്ധു നദീജല കരാർ എന്താ വിഡ്രോ ചെയ്യാത്തത്? മുഴുവൻ സംവിധാനം കഴിഞ്ഞിട്ട് എഗ്രിമെൻറ്റ് സിന്ധു നദീജല കരാർ വിഡ്രോ ചെയ്യേണ്ടായിരുന്നോ? വിഡ്രോ ചെയ്യേണ്ടതല്ല. നമ്മൾ ചെയ്തിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പഹൽഗാമിലെ 26 വരുന്ന നമ്മുടെ ഇന്ത്യൻ ജനതയെ വധിച്ചിട്ടുള്ള ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകി എന്നുള്ളത് മാത്രമേ നടന്നിട്ടുള്ളൂ. അത് ഇനിയും ഇന്ത്യക്കെതിരെ നേരെ തിരിയുകയാണെങ്കിൽ ഇനിയും തിരിച്ചടി നൽകും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും അതുപോലെ നമ്മുടെ സൈന്യവും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാൻ ഇനിയും താല്പര്യം. ശക്തമായ തിരിച്ചടി നൽകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സുജയ. ഇന്ത്യ ഒളിപ്പോരൊന്നുമല്ലല്ലോ നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യ ചെയ്തത് എന്നുള്ളതിൻ്റെ തെളിവടക്കം വെച്ചുകൊണ്ടുള്ള ഒരു ബ്രീഫിംഗ് ആണ്. അത് നേരത്തെ കേണൽ സോഫിയ ഖുറേഷിയും അതോടൊപ്പം തന്നെ വ്യോമിക സിംഗും ചേർന്ന് വിക്രം മിശ്രയ്ക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആദ്യം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് എന്നത് തെളിവ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് DGMO എത്തുമ്പോഴും തെളിവ് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നത്, പ്രസന്റേഷൻസ് സഹിതം. അത് ഇന്ത്യയിലെ ജനങ്ങൾ മാത്രം കേൾക്കാൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ഇന്ത്യയിലുള്ളവരുടെ സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ആധികാരികമായ ഒരു മറുപടി, നമ്മൾ വാർത്താ സംപ്രേഷണം നടത്തുമ്പോൾ കൊടുക്കുന്ന വിവരങ്ങൾക്ക് അത് ആധികാരികമായി മാറുന്നത് ഇതുപോലെയുള്ള എൻഡോഴ്സ്മെന്റ് വരുമ്പോഴാണ്. അപ്പോൾ എന്താണോ വാർത്തയിൽ ഇതുവരെ കണ്ടത്, അതിൽ എന്തൊക്കെയാണ് നമ്മുടെ സൈനിക വിഭാഗങ്ങൾ എൻഡോഴ്സ് ചെയ്തത്, അതാണിപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചത്. അതിലെടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. 40 പാക് സൈനികരെ നമ്മുടെ സൈന്യം ഈ ആക്രമണത്തിനിടയിൽ, ഇത്രയും മണിക്കൂറുകൾ നീണ്ടുനിന്ന ആക്രമണത്തിനിടയിൽ 40 പാക് സൈനികരെ, 35 മുതൽ 40 വരെ പാക് സൈനികരെ വധിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് എന്നതിലും ഇന്ന് ഇപ്പോൾ DGMO സൂചന നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ പൊലിഞ്ഞുപോയ 5 ജീവനുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ധീരരായ 5 ധീര ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട്. അവർ പൊരുതി വീണത് ഇപ്പോഴിരുന്ന് നരേന്ദ്രമോദിയെയും സൈന്യത്തെയും ഒക്കെ വിമർശിക്കുന്ന കേരളത്തിലുള്ള ആളുകൾ കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ആ 5 പേരുടെയും വീരമൃത്യു എന്ന് പറയുന്നത് വീട്ടിലേക്ക് മിസൈൽ വരുന്നത് നോക്കിയിരുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ആ ജീവനുകൾ പൊലിഞ്ഞത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദിയോടോ BJPയോടോ കേന്ദ്ര സർക്കാരിനോടോ ഉള്ള വിയോജിപ്പോ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമോ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു സമയത്ത്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ അയൽ രാജ്യവുമായി ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതൊരു യുദ്ധമായി മാറിയിട്ടില്ല, സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് നേരത്തെ ആൻഡ്രൂസ് സൂചിപ്പിച്ചതുപോലെ അത് മാത്രമാണ് റിപ്പോർട്ടർ TV എന്ന മാധ്യമ സ്ഥാപനം ചെയ്തത്. ഇവിടെ ഒരു രാഷ്ട്രീയവുമല്ല, സൈന്യത്തിനൊപ്പം. സൈന്യം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നേതൃത്വം വന്നു കഴിഞ്ഞാലും അവിടെയുണ്ട്.
അതിർത്തിയിലുണ്ട് നമ്മുടെ സൈന്യം. അതാണ് ഇന്ത്യയുടെ സൈന്യത്തെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. അതോടൊപ്പം ഇന്ത്യയുടെ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചുവെച്ചു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രചണ്ഡ പ്രചാരണം കൊടുത്ത ഹാൻഡിലുകളുണ്ട്. ഇന്ത്യയിലടക്കമുള്ള ഹാൻഡിലുകളെ കുറിച്ചാണ്, കേരളത്തിലുള്ള ഹാൻഡിലുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ എന്തായാലും ഇന്ത്യൻ സൈന്യവും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പുകളും ഒക്കെ അതൊക്കെ കൃത്യമായി ട്രേസ് ഔട്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്നിപ്പോൾ എന്താണ് DGMO എന്ന് പറഞ്ഞത്? നമ്മുടെ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരായി തിരികെ എത്തി എന്നുള്ളതാണ്. അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നിന്ന് തന്നെ ആ മിസ്ഇൻഫർമേഷൻ പോവുകയാണ്. നമ്മുടെ ഒരു പൈലറ്റിനെ, ഒരു വനിതാ പൈലറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ പാകിസ്ഥാനൊപ്പമാണോ ഈ ആളുകൾ എന്ന് തോന്നിപ്പോകുന്ന ഒരു പ്രാധാന്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കറാച്ചിയെ കുറിച്ച് പറയണമല്ലോ. കറാച്ചിക്കടുത്ത് ഇന്ത്യൻ നാവികസേന നിലയുറപ്പിക്കുകയും യുദ്ധസജ്ജരായി നിൽക്കുകയും ചെയ്തു എന്നാണ് DGMO എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫുള്ളി അമ്യൂണിഷൻസും ആംസും എല്ലാം ലോഡഡായി തന്നെ, അതായത് ഫൈറ്റർ ജെറ്റ്സ് അടക്കം ലോഡഡായിട്ടാണ് INS വിക്രാന്ത് നിന്നിരുന്നത്. അതുതന്നെയാണ് അന്നത്തെ രാത്രിയിൽ എന്താണ് അവിടുത്തെ മൂവ്മെന്റ്, അറബിക്കടലിലെ മൂവ്മെന്റ് എന്താണ് എന്നുള്ളത് ഞാനും ഡോക്ടർ അരുണും ഇവിടെ നിന്നും ഉണ്ണി ബാലകൃഷ്ണൻ താഴെ ലൈവിൽ നിന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കറാച്ചിക്ക് നിങ്ങൾ പോയത് എന്തായി എന്ന് ചോദിച്ചാൽ ഇന്ന് DGMO പറഞ്ഞിട്ടുണ്ട് കറാച്ചിക്ക് ആരാണ് പോയതെന്നുള്ളത്. അത് INS വിക്രാന്ത് അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളാണ്. ഇനിയിപ്പോൾ എയർക്രാഫ്റ്റുകൾ വീഴ്ത്തിയോ? അതായിരുന്നല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. എയർക്രാഫ്റ്റുകൾ വീഴ്ത്തി, ഡൗൺഡ് എന്നത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ്സ് അടക്കം വീഴ്ത്തി എന്നുള്ളതാണ്. അതിർത്തി കടക്ക് മുൻപ് തകർത്തതുകൊണ്ട് ഇവിടെയുള്ള ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകൾക്കായി ആ റക്കേജ് എടുത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലാണ് അത് വീണ് കിടക്കുന്നത്. പാകിസ്ഥാന് വേണമെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ ആ റക്കേജ് ഒക്കെ ഇപ്പോൾ അവർ കാണിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചിട്ടുണ്ടാകാം. ഇനി ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള കണക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നു. അപ്പോൾ എയർ മാർഷൽ ഭാരതി പറഞ്ഞത് ഐ ഹാവ് ദ നമ്പേഴ്സ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്. പറയില്ല എന്നല്ല, പറയും. ഈ നേരത്തെ പറഞ്ഞതുപോലെ തെളിവടക്കം വെച്ചുകൊണ്ട് പറയും എന്നതാണ് നമ്മുടെ വ്യോമസേന പറയുന്നത്. അതോടൊപ്പം തന്നെ വി സ്ട്രക്ക് കീ പാകിസ്ഥാനി മിലിറ്ററി അസറ്റ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യോമത്താവളത്തിന്റെ മൂലയിൽ കൊണ്ടുപോയി ഒരു ഡ്രോൺ ഇടിപ്പിച്ചിട്ട് ഇന്ത്യയെ ഞങ്ങൾ ഹിറ്റ് ചെയ്തേ എന്ന് ഹിസ്റ്റീരിക്കായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന പാകിസ്ഥാനെ പോലെയല്ല. എവിടെയാണ് അടിച്ചത് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ചുനിയൻ വ്യോമ പ്രതിരോധ കേന്ദ്രം, അത് പ്രതിരോധ കേന്ദ്രമാണ്. അതുപോലെ സർഗോദ എയർഫീൽഡ്, റഹീം യാർ ഖാൻ വിമാനത്താവളം, അതുപോലെ തന്നെ ചക്ലാല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യോമ കേന്ദ്രങ്ങളുടെ ഓരോന്നിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യ ആക്രമിച്ചതാണ്. അതേസമയം പാകിസ്ഥാന്റെ ഏതൊക്കെ ആക്രമണങ്ങൾ നമ്മൾ ഡിഫ്യൂസ് ചെയ്തു? നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചല്ലോ, ജമ്മുവിൽ, ഉധംപൂരിൽ. നമ്മൾ ഇവിടെ നിന്ന് ആ രാത്രിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ ഇതാണോ എന്നുള്ളത് അതിന്റെ കട്ട്സൊക്കെ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ച ആളുകൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി പറയുകയാണ്, ജമ്മു, ഉധംപൂർ, പഠാൻകോട്ട്, അമൃത്സർ, ഭട്ടിൻഡ, ഡൽഹൌസി, തോയ്സ്, ജയ്സാൽമീർ, ഉത്തർലായ്, ഫലൂദി, നല്യ. അതായത് ജമ്മു ടു നല്യ. നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ്. ജമ്മു ടു നല്യ ഒരു സീരീസ് ആയിട്ടാണ് അറ്റാക്സ് വന്നത്. ആ അറ്റാക്സ് വരുമ്പോൾ അതിനോടൊപ്പം തന്നെയാണ് അത് സംബന്ധിച്ചുള്ള മിസൈൽ അറ്റാക്ക് ആണോ, അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റ്സ് ആണോ, എക്സ്പ്ലോഷൻസ് ആണോ, അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാർ ലൈക്ക് സിറ്റുവേഷനിലേക്ക് പോയ ഒരു സമയമാണ്. അതുകൊണ്ടാണ് അത് തത്സമയ റിപ്പോർട്ടിങ്ങിൽ അക്കാര്യങ്ങൾ ഉണ്ണിസാർ അടക്കം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വിമാനത്താവളം അടച്ചു എന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അപ്പോൾ വന്ന എയർപോർട്ട്സ് ക്ലോസ്ഡ് എന്നുള്ളതിൻ്റെ അപ്പോൾ പറഞ്ഞതാണ്. അതിന് തൊട്ടടുത്ത മിനിറ്റുകൾ അത് തിരുത്തിയെങ്കിലും ആ തിരുത്തൊരിടത്തുമില്ല. വിമാനത്താവളം അടച്ച ഡോക്ടർ അരുൺ വിമാനത്താവളം തുറന്നു കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ അത് അസൂയക്കാർ തന്നെയാണ് എന്നതാണ് പറയേണ്ടത്. അസൂയ മൂത്ത് പറയുന്നതാണ്. ഡോക്ടർ അരുൺ പ്രസന്റ് ചെയ്യുന്നത് പോലെ പ്രസന്റ് ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഇരുന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കമന്റ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലുള്ള ട്രോൾ ഇട്ടത് കൊണ്ടൊന്നും ഞങ്ങൾ ആരും ഈ പ്രസന്റേഷൻ നിർത്തി ഇവിടുന്ന് ഒളിച്ചോടാനും പോകുന്നില്ല. തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇനി ഇതിന്റെ പേരിൽ അടുത്ത ട്രോൾ ക്രിയേറ്റ് ചെയ്താലും ഞങ്ങളത് എല്ലാവരും കൂടി ഇരുന്നത് കണ്ട് ചിരിക്കും. അതാണ് അവർക്കുള്ള മറുപടി. ഇനി പൈലറ്റുമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ആക്രമണ ശേഷമുള്ള ഓരോ സ്ഥലങ്ങളുടെയും ദൃശ്യങ്ങൾ എന്താണ്? പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഉയർന്നു. അതിന് തന്ന മറുപടി ഒരു പവർഫുൾ ഷോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി അതിനുള്ള മറുപടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു മിലിറ്ററി ആക്ഷൻ മാത്രമാണോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ആക്ഷൻ മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയമായും സാമൂഹികമായും അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ മൈറ്റ്, ഇന്ത്യയുടെ കരുത്ത് മുഴുവൻ കാണിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അതിനെ ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1971 കമ്പയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ നിന്ന് ഒരു സൈനികനെയും തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. പ്രത്യേകിച്ച് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മുജീബറിനെ കൊണ്ടുവന്നതുപോലെയുള്ള ഒരു നീക്കവും നടന്നിട്ടില്ല. ഇങ്ങോട്ട് കെഞ്ചി പാകിസ്ഥാൻ പറഞ്ഞിട്ടാണ് ഈ വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായത്. വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുമല്ല. വെള്ളം തരാമെന്നും സിന്ധു നദീജല കരാർ അത് പഴയ രീതിയിൽ തന്നെ ആക്കാമെന്നും ഒരു തരത്തിലുള്ള ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നയതന്ത്ര തലത്തിൽ സംസാരിക്കാൻ പോലും ഇന്ത്യ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. DGMO തല ചർച്ചകൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആരൊക്കെയാണ് എന്നതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ടെറർ സ്പോൺസറായിട്ടുള്ള ഒരു രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ളത്, അതായത് പാകിസ്ഥാനെതിരെ അല്ല ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെയാണ്. ഇന്ത്യ വേഴ്സസ് പാക് ടെറർ എന്നുള്ളതാണ് തലക്കെട്ട്
കട്ടായ സ്ലൈഡ് ഷോയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. അത് വളരെ കെയർഫുള്ളായി ചൂസ് ചെയ്തതാണ്. സംയമനത്തോടു കൂടിയുള്ള ഒരു സൈനിക നീക്കമാണ് നടത്തിയത്. റൌഫ് അസറിനെ വധിച്ചതിനുള്ള സ്ഥിരീകരണം, കാണ്ഡഹാർ വിമാന റാഞ്ചൽ നടത്തിയ ഭീകരർ, പുൽവാമ ആക്രമണം നടത്തിയ ഭീകരർ, അവർ കൊല്ലപ്പെട്ടു എന്ന പേരടക്കം പറയുന്നു. റൌഫ് അസർ, യൂസഫ് അസർ, മുദാസിർ അഹമ്മദ് തുടങ്ങിയവരുടെ പേര്, അതായത് പ്രധാനപ്പെട്ട ടെറർ ബോസസ് എന്ന് പറയാവുന്ന 5 പേര്, ഈ 100 ഭീകരർ കൊല്ലപ്പെട്ടതിൽ 5 പേർ ടെറർ ബോസസ് ആണ്. അതാണ് വേണ്ടത്. നമ്മുടെ പഹൽഗാമിലേക്ക് 26 പേരെ കൊല്ലാനായി 5 പേരെ ഒരുക്കിവിട്ട ആളുകളടക്കം, ആ ടെറർ ബോസസ് അടക്കം ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡിപ്ലോയ്മെന്റ് നമ്മൾ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഹൈടെക് പാക് ഫ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ചൈന കൊടുത്ത ഫൈറ്റർ വിമാനവും അതിൽ പെടാം. അതിന്റെ കണക്കടക്കം എന്തായാലും എയർ മാർഷൽ ഭാരതി പറയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി പ്രധാനമന്ത്രിയും JD വാൻസും അമേരിക്കൻ വൈസ് പ്രസിഡന്റും തമ്മിൽ നടന്ന ഒരു സംഭാഷണം കൂടിയുണ്ട്. അമേരിക്ക ക്രെഡിറ്റ് എടുക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയാണ് ഈ വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്ന് പറയാനായി ശ്രമിക്കുമ്പോൾ JD വാൻസിനോട് പ്രധാനമന്ത്രി പറഞ്ഞത്, വെടിനിർത്തിയാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ല, പിന്നെ പാക് ഒക്യുപൈഡ് കശ്മീർ തിരിച്ചു പിടിക്കണോ, കശ്മീരൊപ്പം ചേർക്കണോ, അതൊക്കെ ഇന്ത്യ തീരുമാനിച്ചോളാം എന്ന് വൃത്തിയായി അമേരിക്കയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ DGMO മേജർ ജനറൽ ഖാസിഫ് അബ്ദുള്ള, ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായിയെ നാളെ 12 മണിക്ക് വിളിക്കുമ്പോൾ ഇതിന്റെ ബാക്കി പറയും. അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇന്ത്യ കരുത്തറിയിച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ ആ കരുത്തിൽ വിറപ്പിച്ചു ഇന്ത്യ എന്നുള്ളതാണ് എന്റെ ടേക്ക്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് അക്കാര്യത്തിൽ അല്ലേ? തീർച്ചയായും. ഒറ്റ അഭിപ്രായം തന്നെയുള്ളൂ. Meet the editors.